16 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടി ഗർഭിണിയായ സംഭവത്തിൽ പ്രതിയായ യുവാവിന് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി 103 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എടവണ്ണ മുണ്ടേങ്ങര കൊളപ്പാടൻ അൻസിഫിനെയാണ് ജഡ്ജി AM അഷ്റഫ് ശിക്ഷിച്ചത്. നാട്ടുകാരൻ കൂടിയായ പ്രതി 2021 ഒക്ടോബർ 10 ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിൽ നിന്നും കുറച്ചകലെയുള്ള പുഴയരികിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി. 2021 നവംബർ 28 ഉച്ചയ്ക്ക് 2 മണിക്ക് പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി വീണ്ടും ബലാത്സംഗം ചെയ്തു. ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത്. ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് ഗർഭചിത്രം നടത്തുകയും എടവണ്ണ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൽ മജീദാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും. ഇന്ത്യൻ ശിക്ഷാ നിയമം 376 വകുപ്പ് പ്രകാരം ബലാത്സംഗത്തിനും പോക്സോ ആക്ടിലെ 5L പ്രകാരവും 30 വർഷം വീതം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ. പോക്സോ ആക്ടിലെ 5J പ്രകാരം 40 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമടക്കണം. പിഴയടക്കാത്ത പക്ഷം 3 വകുപ്പുകളിലും 3 മാസം വീതം അധിക തടവ് അനുഭവിക്കണം. ഇതിനു പുറമെ ഇന്ത്യൻ ശിക്ഷാ നിയമം 449 വകുപ്പ് പ്രകാരം വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 3 വർഷം കഠിന തടവ്, 1/2 ലക്ഷം രൂപ പിഴ, പിഴയടക്കാത്ത പക്ഷം 2 മാസത്തെ അധിക തടവ് എന്നിങ്ങനെയും ശിക്ഷയുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും പ്രതി പിഴയടക്കുന്ന പക്ഷം തുക നിലവിൽ തവനൂർ മഹിളാ മന്ദിരത്തിൽ അന്തേവാസിയായി കഴിയുന്ന അതിജീവിതക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. കൂടാതെ സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും പീഡനത്തിനിരയായ കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സോമസുന്ദരൻ 18 സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു. 32 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൺ വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ N സൽമ, P ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷയനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.